ജിംഗിൾ ബെൽ മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മല്ലൂസ് കഫേയിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ വരുന്ന എപ്പിസോഡുകളിൽ കുറേ വെറൈറ്റി റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് എമ്മി ടേസ്റ്റി ഫ്ലഫി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിരിക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പ്ലം കേക്കിന് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഷുഗർ കാരമൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു 120 ഗ്രാമോളം ഷുഗർ കാരമൽ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. നമ്മൾ ഷുഗർ കാരമൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നത് ഷുഗർ കാരമൽ ചെയ്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കുമ്പോഴാണ് ആ കേക്കിന് നല്ലൊരു ബ്രൗൺ നിറം കിട്ടുന്നത്. സൈഡിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ആകും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷുഗറൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവണം. അതിനുശേഷം നമുക്കിതിലേക്ക് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ സൈഡിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ ഇവിടെ നല്ലതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഒന്നൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സൈഡിൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് സൈഡിലേക്ക് മാറി നിന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ 1 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ 1 മിനിറ്റോളം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പ്ലം കേക്കിൽ മെയിൻ എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിനുവേണ്ടി കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റിലെന്ന് പറയുന്നത് കുറച്ച് കറുത്ത മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിൽ കുറച്ച് കശുവണ്ടി കട്ട് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയുടെ 3 കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ബദാം, അതുപോലെ പിസ്ത, നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ അളവിൽ തേന്, അതാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ സൈഡിൽ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് 1 സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഈ ഹണിയും മിൽക്ക് മെയ്ഡും എല്ലാം നമുക്കൊന്ന് ഈ ഇരിക്കുന്ന ഫ്രൂട്ട്സുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നല്ലതുപോലെ ഹണിയും മിൽക്ക് മെയ്ഡും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഓറഞ്ചിൻ്റെ ഫുൾ ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിത് ആൽക്കഹോളിലല്ല റെഡിയാക്കുന്നത്. സാധാരണ രീതിയിൽ പ്ലം കേക്കുകളിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യുന്നത് ഒന്നിൽ വൈനിലോ അല്ലെങ്കിൽ റമ്മിലോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓറഞ്ച് ജ്യൂസിലാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ജ്യൂസിൽ നല്ലതുപോലെ ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 1/2 മണിക്കൂർ, മിനിമം ഒരു 1/2 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്കിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം മെഷറിംഗ് കപ്പിന് 1.5 കപ്പോളം മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കേക്കിൻ്റെ
മെഷറിങ്ങും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനിവിടെ സൈഡിൽ കുറച്ച് ഗരം മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഗരം മസാല എന്ന് പറയുന്നത് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പും 4 ഏലക്കായും കൂടി പൊടിച്ചതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. പിന്നീടെന്ന് പറയുന്നത് ജാതിക്കയുടെ പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന ഇതിൽ നിന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ ഇതൊന്ന് ഇടഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ഇടഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സ് ഇവിടെ ഞാനൊരു 3 പ്രാവശ്യം നല്ലതുപോലെ ഇടഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ജാതിക്കയുടെ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതെന്ന് പറയുന്നത് കേക്കിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മിക്സറിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ, ഒരു 100 ഗ്രാമോളം ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാനിവിടെ ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ ഷുഗറും കൂടി ചേർക്കുകയാണ്. ഒരുപാട് മധുരം ഞാൻ ചേർക്കുന്നില്ല. അപ്പം ഒരു 1/4 കപ്പ് അളവിൽ ഷുഗറും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ളതെന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ്. അപ്പോൾ 2 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കോഴിമുട്ട നമ്മളിതിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത മുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് പൊട്ടിച്ച് ചേർക്കുകയാണ്. എന്നിട്ട് ഇതിൽ നിന്ന് നല്ലതുപോലെ ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഈ മുട്ടയുടെ ഒരു സ്മെല്ല് നമ്മുടെ കേക്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വാനില എസൻസും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതിനി ഞാൻ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാം. ബട്ടറും പഞ്ചസാരയും മുട്ടയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മിനിമം ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദ ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കുന്നില്ല. അപ്പോൾ അത് കാരണമാണ് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പൊടിയും കാര്യങ്ങളും ഒക്കെ ചേർക്കണം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഞാനൊരു ബൗളിൽ മാറ്റി. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ അളവിൽ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ചേർക്കുകയാണ്. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഓറഞ്ചിലുള്ള ആ വൈറ്റ് പോർഷൻ ആ തൊലിയിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈറ്റ് പോർഷനും കൂടി ചേർക്കുമ്പോൾ നല്ലതുപോലെ കേക്ക് കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇടഞ്ഞു വെച്ചിരിക്കുന്ന മൈദ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദ ഫുൾ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കേക്കിൻ്റെ ബാറ്റർ നല്ലതുപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ കണ്ടില്ലേ, നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ കളറ് തന്നെ ഒരുപാട് ചേഞ്ചായി. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, നമ്മുടെ കേക്കിന് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നത് നമ്മൾ ഇതുപോലെ കാരമൽ ചെയ്ത ഷുഗർ സിറപ്പ് ചേർക്കുമ്പോഴാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാരമൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഷുഗർ കാരമൽ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്ററിൽ കാരമൽ സിറപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചേറെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു 1/2 പോർഷൻ മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി പോർഷൻ വെച്ചിട്ട് എനിക്ക് വേറൊരു കേക്കും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു പകുതി പോർഷൻ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനൊരു കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റുകയാണ്.
അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കശുവണ്ടി അതുപോലെ തന്നെ ചെറിയൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഈ കേക്കിൻ്റെ ട്രേ റെഡിയാക്കുന്ന രീതി ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഓൾറെഡി ടൂട്ടി ഫ്രൂട്ടിയുടെ കേക്ക് ചെയ്ത ടൈമിൽ കേക്കിൻ്റെ ട്രേ റെഡിയാക്കുന്ന രീതിയും നമ്മളതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കയറി ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ കേക്ക് പ്ലം കേക്ക് റെഡിയാക്കാൻ മിനിമം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ കേക്ക് ബേക്കായതിന് ശേഷം എനിക്ക് എത്ര ടൈം എടുത്തെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ പ്ലം കേക്ക് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഓവനിലല്ല, നമ്മൾ ടൂട്ടി ഫ്രൂട്ടി കേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നമ്മുടെ പ്ലം കേക്ക് ഇവിടെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ സ്വാദിഷ്ടമേറിയ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. ജിംഗിൾ ബെൽ. ഇത് രണ്ടും കൂടി അനങ്ങിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഒന്ന് കുലുക്കിയിട്ട് ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ. മല്ലൂസ് കഫേയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആഘോഷങ്ങൾ.